ഹലോ, വെൽക്കം ബാക്ക് ടു നൊമാഡ് ഫാമിലി. അപ്പം നമ്മുടെ 9ാമത്തെ ദിവസമാണ് ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ. നമ്മളിപ്പോൾ ജയ്പൂരാണുള്ളത്. ഇന്ന് നമ്മൾ ഫുള്ളായിട്ട് ജയ്പൂർ കാണാൻ പോവാണ്. രാജസ്ഥാൻ്റെ തലസ്ഥാനമാണ് ജയ്പൂർ. പിങ്ക് സിറ്റി എന്നാണ് ജയ്പൂർ അറിയപ്പെടുന്നത്. ഇപ്പം നിങ്ങൾ കാണുമ്പോഴും ഒരു ഓറഞ്ച് കളറായിട്ടല്ലേ തോന്നുന്നത്. ഞങ്ങൾ കണ്ടപ്പോഴും ഓറഞ്ച് കളറായിരുന്നു. അപ്പം ഞങ്ങളിവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു പെയിൻ്റ് അടിക്കുമ്പം ഓറഞ്ച് കളറിൻ്റെ കൂടെ ഒരു കെമിക്കൽ കൂടി ആഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ആഡ് ചെയ്യുമ്പം രാത്രിയിൽ ഇത് പിങ്കായിട്ട് തോന്നുന്നു, അതുകൊണ്ടാണ് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നതെന്നാണ് പറഞ്ഞത്. അതുപോലെ ഈ കടകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ, എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. ഒരേ പെയിൻറ്റിൽ, കറുത്ത പെയിൻറ്റിൽ പേര് മാത്രം ഇങ്ങനെ എഴുതിയേക്കൊണ്ട്. അപ്പോൾ അതും ഇത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണെന്നാണ് പറഞ്ഞത്. ഈ കടകളെല്ലാം റെൻറ്റിന് ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. അപ്പം അതും ഒരുപോലെയാണ് പേരൊക്കെ എഴുതുന്നത്. എനിക്ക് രാജസ്ഥാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവരുടെ കൾച്ചറും ഇവരുടെ ഡ്രസ്സിങ്ങും എല്ലാം. ഇവരിങ്ങനെ നമ്മളോട് വന്ന് ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ജയ്പൂർ സിറ്റി മുഴുവൻ ഇന്ന് നമ്മളെ കാണിച്ചു തരാം, 300 രൂപ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഇങ്ങനെ പല ആൾക്കാരും ഉണ്ട്. ഏജൻറ്റുമാർ, അവർ ടൂർ ഗൈഡൊന്നുമല്ല. അവരിങ്ങനെ ചുമ്മാ വന്ന് നമ്മളോട് പറയും ജയ്പൂരിൻ്റെ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരാം, ഇത്ര രൂപ തന്നാൽ മതി എന്നാണ് പറയുന്നത്. ഇയാളും അത് തന്നെയാണ് കേട്ടോ പറഞ്ഞത്, 300 രൂപ കൊടുത്താൽ മതി, എല്ലാ അട്രാക്ഷൻസും കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് ഇയാളുടെ വണ്ടിയിൽ ഇയാൾ കാണിച്ചു തരുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവാണ്. ശരിക്കും നമ്മുടെ വണ്ടി എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം എല്ലാം കുഞ്ഞു കുഞ്ഞു വഴികളാണ്, അതിലൂടെ ഇവരുടെ വണ്ടി മാത്രമേ പോകുള്ളൂ. ഇവർ കാണിച്ചു തന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. റിസ്ക് ആണോ എന്നറിയില്ല. പിന്നെ അതുകൊണ്ട് നമ്മൾ അവിടെ പാർക്ക് ചെയ്ത്, കാരണം വേറെ വഴിയൊന്നുമില്ല നമുക്ക്. ചെറിയ ചെറിയ മാർക്കറ്റുകളാണത്. അതുപോലെ ഭയങ്കര തിരക്കാണ് റോഡിൽ. ആൾക്കാരൊക്കെ ഇപ്പം ജോലിക്ക് പോകുന്ന സമയവും കാര്യങ്ങളൊക്കെയാണ്. മുട്ടിയില്ലാന്നും പറഞ്ഞുകൊണ്ടാണ് ഓരോ വണ്ടികളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആദ്യം പോയത് ജന്തർ മന്ദിർ എന്ന സ്ഥലത്തേക്കാണ്. പഴയ കാലത്തെ ഒരു വാന നിരീക്ഷണ കേന്ദ്രമാണിത്. നമ്മുടെ ഇന്ത്യയിൽ 5ഓളം ജന്തർ മന്ദിറുകളുണ്ട്. അതിൽ ഏറ്റവും വലുതാണിത്. ഇതിൻ്റെ എല്ലാം സ്ഥാപകൻ ഒരാളാണ്, ജയ്പൂരിലെ രാജാവായിരുന്ന സവായ് സിംഗ്. ചെറുതും വലുതുമായ 18ഓളം ഉപകരണങ്ങൾ ഈ ജന്തർ മന്ദിറിലുണ്ട്. ഈ മതിൽ പോലെ കാണുന്നതാണ് സാമ്രാട്ട് യന്ത്ര. സാമ്രാട്ട് യന്ത്രയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്കെയിലിൽ വീഴുന്ന സൂര്യൻ്റെ നിഴൽ നോക്കിയാണ് ജയ്പൂരിലെ പ്രാദേശിക സമയം കണക്കാക്കിയിരുന്നത്. നമ്മളിവിടെ കയറുമ്പോൾ കുറേ ഗൈഡുകളെ കാണാം. 200 രൂപയാണ് ഒരു ഗൈഡിൻ്റെ കൊടുക്കേണ്ടത്. ഒരു ഗൈഡില്ലാതെ നമുക്ക് ഇവിടുത്തെ പ്രത്യേകതകളോ ഓരോ ഉപകരണത്തിൻ്റെ ഉപയോഗങ്ങളോ ഒന്നും മനസ്സിലാവില്ല. ക്രാന്തി വൃത്ത എന്നറിയപ്പെടുന്ന ഒരു ഉപകരണം ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. അടുത്തതായി അവൻ നമ്മളെ കൊണ്ടുപോയത് മോജ് മഹൽ എന്നൊരു പ്ലേസിലേക്കാണ്. അതിൻ്റെ താഴത്തെ നിലയിൽ ഗവൺമെൻറ് വക സ്റ്റോഴ്സ് ഉണ്ട്. മുകളിൽ വാക്സ് മ്യൂസിയവും ഹൊറർ ക്രിയേഷൻസും കാര്യങ്ങളുമാണ്. പക്ഷേ ഇത് ആക്ച്വലി ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അവൻ നമ്മളെ കൊണ്ടുപോയതിന് അവന് കമ്മീഷൻ അവർ കൊടുക്കും. അവൻ തന്നെ ഞങ്ങളോടത് പറഞ്ഞു. 500 രൂപയാണ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് അതിനുള്ളിൽ കയറാൻ വേണ്ടി മേടിക്കുന്നത്. പക്ഷെ അതിന് മാത്രം കാണാനൊന്നും അവിടെയില്ല. അത് കണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. പ്രത്യേകിച്ച് അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായി. അടുത്തതായി നമ്മൾ പോയത് ഹവാമഹൽ കാണാൻ വേണ്ടിയാണ്, കാറ്റിൻ്റെ കൊട്ടാരം.
ഇത് ആക്ച്വലി നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വലിയൊരു കൊട്ടാരം പോലെ തോന്നുമെങ്കിലും ഇത് ജസ്റ്റ് ഒരു മതിൽ മാത്രമാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ബിൽഡിങ് അവരുടെ കൊട്ടാരം പോലെ വരുന്നത്. പണ്ട് കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് പർദ്ദ നിർബന്ധമായിരുന്നു. അപ്പോൾ അവർക്ക് പുറം ലോകം വീക്ഷിക്കാനായിട്ട് രാജാവ് പണി കഴിപ്പിച്ചതാണ് ഈ മാളിക എന്നാണ് അറിയപ്പെടുന്നത്. ചുമന്ന മണൽക്കല്ലിൽ തീർത്ത ഈ മാളികയ്ക്ക് 953 ജനലുകളുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. 5 നിലകളുടെ പുറംഭാഗത്ത് മാത്രമാണ് അലങ്കാരപ്പണികളുള്ളത്. മറ്റു 3 വശങ്ങളിൽ ഇതൊരു 2 നില കെട്ടിടമാണ്. മുകളിലത്തെ 3 നിലകൾക്ക് ഒറ്റ മുറിയുടെ വീതി മാത്രമാണുള്ളത്. ഈ ഹവാമഹലിൻ്റെ എൻട്രൻസ് പുറംഭാഗത്തൂടെയാണ്. ജരോഹ എന്നാണ് ഈ കൊച്ചു കിളിവാതിലുകൾ അറിയപ്പെടുന്നത്. പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് ഉള്ളിലത്തൊന്നും കാണാൻ പറ്റില്ല. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഈ മനോഹരമായ കൊട്ടാരമാണ്. ഇതിൻ്റെ പേരാണ് ജൽ മഹൽ. മാൻസാഹർ ലേക്കിൻ്റെ ഹൃദയഭാഗത്താണ് ജൽമഹൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല. ബോട്ട് യാത്ര ചെയ്ത് അടുത്ത് പോയി കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഇതൊരു 5 നില കെട്ടിടമാണ്. പക്ഷേ താഴത്തെ 4 നിലകളും വെള്ളത്തിനടിയിലാണ്. 11 ഏക്കറിലാണ് ഈ മഹൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെയും അരികെ കുറേ ആൾക്കാർ ഫോട്ടോ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞ് നിൽപ്പുണ്ട്. നമ്മൾ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസ് എടുത്തു, അവരുടെ ഡ്രസ്സൊക്കെ ഇട്ട്. അടുത്തതായി ഞങ്ങൾ പോയത് സിറ്റി പാലസ് കാണാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഫോട്ടോഗ്രാഫി അവർ അനുവദിക്കുന്നില്ല. സിറ്റി പാലസിൻ്റെ ഒരു ഭാഗത്ത് ഇപ്പോഴും രാജകുടുംബമാണ് താമസിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രത്യേക ഗേറ്റ് ഉണ്ട്. ഈ കൊട്ടാരത്തിലും കുഞ്ഞു കുഞ്ഞു പല കൊട്ടാരങ്ങളാണുള്ളത്. മുബാറക് മഹൽ, ചന്ദ്രമഹൽ, രാജേന്ദ്ര പോൾ എന്നൊക്കെയാണ് ഇതിൻ്റെ പേരുകൾ. ഇനിയും കുറേ കൊട്ടാരങ്ങളുണ്ട് നമുക്ക് ജയ്പൂർ കാണുവാനായിട്ട്. പക്ഷെ നമുക്കെല്ലാം കാണാനുള്ള സമയമില്ല. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ രാജസ്ഥാൻ വിട്ടു. സത്യം പറഞ്ഞാൽ രാജസ്ഥാൻ എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. ഇനിയും ഒരവസരം കിട്ടിയാൽ വരാൻ പറ്റിയൊരു സ്ഥലമാണ് രാജസ്ഥാൻ. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ആഗ്രയാണ്. അപ്പോൾ ആഗ്ര വിശേഷങ്ങളുമായിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ, സി യു.